സോ മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ കുറച്ചും കൂടി ക്ലിയർ ആയത് നന്നായി എല്ലാവർക്കും മനസ്സിലായത് പോപ്പുലേഷൻ ജെനറ്റിക്സിൻ്റെ കുറിച്ചുള്ള സ്റ്റഡിയിലൂടെ. സോ പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്താണെന്ന് നോക്കാം. സോ പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഫ്രീക്വൻസീസ് ഓഫ് ജീൻസ് ഇൻ പോപ്പുലേഷൻസ്. സോ ജീനുകളുടെ ഫ്രീക്വൻസി, ഒരു പോപ്പുലേഷനിലുള്ള ജീനുകളുടെ ഫ്രീക്വൻസിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് പോപ്പുലേഷൻ ജെനറ്റിക്സ്. സോ പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ഫ്രീക്വൻസീസ് ഓഫ് ജീൻസ് ഇൻ പോപ്പുലേഷൻസ്. ഒരു പോപ്പുലേഷനിലുള്ള ജീനുകളുടെ ഫ്രീക്വൻസികൾ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസികളിലെ കാണാൻ പറ്റും. ജീനുകളുടെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസികൾ ഒരു പോപ്പുലേഷനിൽ കാണാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള പഠനമാണ്, സ്റ്റഡിയാണ് പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഈ പോപ്പുലേഷൻ ജെനറ്റിക്സിലാണ് കുറച്ചും കൂടി ആ മെക്കാനിസം ഓഫ് ഇവല്യൂഷൻ എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഈ പറഞ്ഞ പോപ്പുലേഷൻ ജെനറ്റിക്സ് റെപ്രസെൻറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മെൻഡേലിയൻ ജെനറ്റിക്സ് ടു ഡാർവീനിയൻ നാച്ചുറൽ സെലക്ഷൻ. ഇതിൽ നമ്മുടെ മെൻഡൽ പറഞ്ഞ ആ ജെനറ്റിക്സ്, ഇൻഹെറിറ്റൻസ് ഫാക്ടർ, മെൻഡേലിയൻ ജെനറ്റിക്സും അതുപോലെ അവിടുന്ന് തൊട്ട് ഡാർവീനിയൻ നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനും ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഡാർവീനിയൻ നാച്ചുറൽ സെലക്ഷനും അതുപോലെ മെൻഡേലിയൻ ജെനറ്റിക്സും അവിടെ നിന്ന് തൊട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ അതിൻ്റെ ആപ്ലിക്കേഷനാണ് പോപ്പുലേഷൻ ജെനറ്റിക്സിൽ പറയുന്നത്. സോ ഇവല്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കുറച്ചും കൂടി അണ്ടർസ്റ്റുഡായി നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായത് പോപ്പുലേഷൻ ജെനറ്റിക്സിലൂടെയാണ്. സോ ഇവല്യൂഷൻ ഒക്കേഴ്സ്, അതിൽ പറയുന്നത് ഇവല്യൂഷൻ ഒക്കേഴ്സ് വിത്തിൻ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ എപ്പോഴാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്? വെൻ റിലേറ്റീവ് ഫ്രീക്വൻസീസ് ഓഫ് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് ജീൻ വിത്തിൻ പോപ്പുലേഷൻ. എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ റിലേറ്റീവ് ഫ്രീക്വൻസീസ് ഓഫ് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് ജീൻ. ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് എവിടെ? വിത്തിൻ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ്, അത് ഡിഫറെൻറ്റ് വേരിയേഷൻസ് പറഞ്ഞാൽ റിലേറ്റീവ് ഫ്രീക്വൻസിയിൽ എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോഴാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. ഒരു പോപ്പുലേഷനിൽ ഒരുപാട് ജീനുകളുണ്ടാവും. ആ ജീനുകൾക്ക് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് വേരിയേഷൻസ് പല ഫ്രീക്വൻസികളിലായിരിക്കും ഉണ്ടാവുക. ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസികളിൽ പല വേരിയേഷൻസ് എപ്പോഴാണ് ജീനിന് മാറ്റം സംഭവിക്കുന്നത് അപ്പോഴാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. സോ ഒരു പോപ്പുലേഷനിലുള്ള ജീനുകളുടെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് റിലേറ്റീവ് ഫ്രീക്വൻസിയിൽ എപ്പോഴാണ് അതിന് ചേഞ്ച് വരുന്നത്, ആ ജീൻ ഫ്രീക്വൻസിയിൽ എപ്പോഴൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ, ജീൻ ഫ്രീക്വൻസിയിൽ എപ്പോഴൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ അപ്പോഴാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. സോ എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ഒക്കറിങ് ഇൻ ദ സെയിം ഏരിയ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക കാലയളവിൽ ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസും, ഒരേ ടൈപ്പുള്ള സ്പീഷീസിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽസും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ കാലയളവിൽ കാണപ്പെടുന്ന സെയിം സ്പീഷീസിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽസും അടങ്ങിയതാണ് നമ്മൾ പറയുന്ന പോപ്പുലേഷൻ. ഓൾ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽസും അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ പെർട്ടിക്കുലർ ടൈമിൽ കാണുമ്പോഴാണ് നമ്മളതിനെ പോപ്പുലേഷൻ എന്ന് പറയുക. സോ ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ്, ആ സ്പീഷീസിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽസും ആ പോപ്പുലേഷനിൽ കാണും. ആ പോപ്പുലേഷനിൽ ജീൻ ഫ്രീക്വൻസികളിൽ വേരിയേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചുകൾ വരും. അപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവല്യൂഷൻ സംഭവിക്കുന്നത്. ജീൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എൻ അലീൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ജീനിന് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോമുകൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞതാണ് ടോൾ എന്ന് പറഞ്ഞതിന് ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ഫോമിലാവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈഗസ് ഫോമിലും ഈ ജീനിൻ്റെ രണ്ട് വേരിയൻറ്റുകൾ ഉണ്ടാവും. അതാണ് അലീൽ. സോ ജീൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് എൻ അലീൽ ഇൻ റിലേഷൻ ടു ടോട്ടൽ അലീൽസ്. ആ ഒരു പെർട്ടിക്കുലർ അലീലിൻ്റെ പെർസെൻറ്റേജ് ഇൻ റിലേഷൻ ടു ടോട്ടൽ അലീൽസ് ഓഫ് എ ജീൻ. ആ ജീനിൻ്റെ എല്ലാ അലീലിനെയും വെച്ച് നോക്കുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് എൻ അലീൽ എന്താണ്? പ്രസൻറ്റ് ഇൻ എ ഇൻ്റർബ്രീഡിങ് പോപ്പുലേഷൻ. ഒരു ഇൻ്റർബ്രീഡിങ് പോപ്പുലേഷനിൽ ടോട്ടൽ അലീൽസ് ഓഫ് എ ജീനിനെ കമ്പയർ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് എൻ അലീൽ എന്താണോ അതാണ് ജീൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ പെർസെൻറ്റേജ് ഓഫ് എൻ അലീൽ, ഒരു അലീലിൻ്റെ മാത്രം പെർസെൻറ്റേജ് ഇൻ റിലേഷൻ ടു, ഏതുമായിട്ട് കണക്ട് ചെയ്യും? ഇൻ റിലേഷൻ ടു ടോട്ടൽ അലീൽസ് ഓഫ് ജീൻ. ആ ജീനിൻ്റെ എല്ലാ അലീലുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആ അലീലിൻ്റെ പെർസെൻറ്റേജ് എന്താണോ അതെവിടെ, എങ്ങനെയുള്ള സ്ഥലത്ത്? പ്രസൻറ്റ് ഇൻ ആൻ ഇൻ്റർബ്രീഡിങ് പോപ്പുലേഷൻ. തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ പോപ്പുലേഷനിൽ ഒരു അലീലിൻ്റെ പെർസെൻറ്റേജ് ഇൻ കണക്ഷൻ വിത്ത് ടോട്ടൽ അലീൽസ് ഓഫ് എ ജീൻ, അതാണ് ജീൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ
ഇവല്യൂഷൻ എന്ന് പറഞ്ഞത് ഈ ജീൻ ഫ്രീക്വൻസികളിൽ, റിലേറ്റീവായിട്ടുള്ള ജീൻ ഫ്രീക്വൻസികളിൽ ചേഞ്ച് വരുമ്പോഴാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്.